തിരുവല്ലോമലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോം സ്റ്റേസ്. അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പാർക്കും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ, അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അംഗീകാരമായ 4 റെയിൽവേ മേൽപ്പാലങ്ങളുടെ പുരോഗതി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കേരയിൽ RBDCK, KRFB, റവന്യൂ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ആട്ടൂർ തിരൂർ റോഡിൽ പോട്ടൂർ വേലുക്കുട്ടി ഗേറ്റിനു പകരം റെയിൽവേ മേൽപ്പാലം, മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം, വടക്കാഞ്ചേരി ബൈപ്പാസിൽ അകമല കാട്ടിലെ ഗേറ്റിനോട് ചേർന്നുള്ള റെയിൽവേ മേൽപ്പാലം, അമല സമാന്തര റെയിൽവേ മേൽപ്പാലം എന്നിവയുടെ പുരോഗതിയാണ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തല CMT യോഗത്തിൽ പരിശോധിച്ചത്. വേലിക്കുട്ടി റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ നിർവഹണ ഏജൻസിയായ കേരയിൽ 9.47 കോടി രൂപ ലാൻഡ് അക്വിസേഷൻ തഹസിൽദാർക്ക് കെട്ടിവെച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള അന്തിമ നടപടികൾക്കായി വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും. മേൽപ്പാലം നിർമ്മാണത്തിനായി കേരയിൽ ടെൻഡറുകൾ വിളിക്കുകയും ലഭിച്ച 4 ടെൻഡറുകളുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയുമാണ്. 19.35 കോടി രൂപയാണ് നിർമ്മാണത്തിന് കണക്കാക്കിയിട്ടുള്ളത്. മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം സംസ്ഥാന സർക്കാർ നിർവഹണ ഏജൻസിയായി കേരയിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ടോപ്പോഗ്രാഫിക് സർവേ നടത്തി GAD വിശദമായ എസ്റ്റിമേറ്റ് എന്നിവ തയ്യാറാക്കുന്നതിന് റെയിൽവേ അംഗീകൃത ഏജൻസിയായ PEMSനെ കേരയിൽ നിയമിച്ചു. മണ്ണ് പരിശോധനയ്ക്കുള്ള ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. വടക്കാഞ്ചേരി ബൈപ്പാസ് റെയിൽവേ മേൽപ്പാലം നിർദ്ദിഷ്ട റെയിൽവേ മേൽപ്പാലത്തിന്റെ GAD കേരയിൽ തയ്യാറാക്കി KRFBയുടെ അംഗീകാരത്തോടെ റെയിൽവേ കൺസ്ട്രക്ഷൻ വിഭാഗത്തിന് സമർപ്പിച്ചിരുന്നു. റെയിൽവേ കൺസ്ട്രക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലെ പരിശോധനകൾക്ക് ശേഷം തുടർ പരിശോധനകളും അംഗീകാരത്തിനുമായി സതേൺ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ സീനിയർ ഡിവിഷണൽ എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. റെയിൽവേ ആവശ്യപ്പെടുന്ന സെന്റേജ് ചാർജ് അടയ്ക്കാൻ KRFBക്ക് കിഫ്ബി നിർദ്ദേശം നൽകി. അമല സമാന്തര റെയിൽവേ മേൽപ്പാലം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ചുമതല. ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് ഗെയിൽ പൈപ്പ് ലൈൻ കൂടി പരിഗണിച്ച് ഡ്രോയിംഗ് തയ്യാറാക്കാൻ റെയിൽവേ നിർദ്ദേശിച്ചതനുസരിച്ച് RBDCK മണ്ണ് പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി പുതുക്കിയ GAD സതേൺ റെയിൽവേ അധികൃതർക്ക് സമർപ്പിച്ചിരുന്നു. ഈ GAD പരിശോധിച്ച് ജോയിന്റ് ഫീസിബിലിറ്റി സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി റെയിൽവേ അഡീഷണൽ ഡിവിഷൻ എഞ്ചിനീയർ തൃശൂരിന് കൈമാറി. മേൽപ്പാലങ്ങളുടെ പുരോഗതി തുടർച്ചയായി വിലയിരുത്തുന്നതിനും കാലതാമസം കൂടാതെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വടക്കാഞ്ചേരി മണ്ഡലം CMT നോഡൽ ഓഫീസറായ പൊതുമരാമത്ത് കെട്ടിടങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയതായി സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.